ഇന്നുച്ചയ്ക്ക് ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സിൽ വളരെ നാടകീയമായ ചില രംഗങ്ങൾ നടന്നു. നടി ഭാവനയുടെ കിഡ്നാപ്പിംഗ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഏലിയാസ് സുനിൽകുമാർ സറണ്ടർ ചെയ്യാനായി കോടതിയിലെത്തി. കൂടെ കേസിലെ മറ്റൊരു പ്രതി കൂടിയായ വിജീഷും ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് ലഞ്ചിന് പോയ ടൈം ആയതുകൊണ്ട് സീറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഈ ചാൻസ് നോക്കി എക്യൂസ് ബോക്സിൽ നിന്നും പോലീസ് ഇവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. പൾസർ സുനി വഴങ്ങിയില്ലെങ്കിലും പോലീസുകാർ നിർബന്ധിച്ച് ഇവരെ വലിച്ചുകൊണ്ടുപോയി. നിലത്തു വീണ പൾസർ സുനിയെ പോലീസുകാർ വലിച്ചിഴച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത് വാനിലേക്ക് കൊണ്ടുപോയി. ഇന്നുച്ചയ്ക്ക് 1:10 ഈ സംഭവം. അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഈ സീനിനെ വിവരിച്ചു. പൾസർ സുനി കൊലയാളിയാവാം, റേപ്പിസ്റ്റ് ആവാം, എന്തായാലും കോടതി ശിക്ഷിക്കുന്നതുവരെ വെറും അക്യൂസ്ഡ് മാത്രമാണ്. പോലീസിനു ഇവരുടെ മേലെ കയ്യേറാൻ ഒരു റൈറ്റുമില്ലത്രേ. ഈ സംഭവത്തിനെതിരെ അവർ വക്കീലന്മാർ പ്രൊട്ടസ്റ്റ് ചെയ്യുമത്രേ. മുഖം ജാക്കറ്റ് യൂസ് ചെയ്തു കവർ ചെയ്തിട്ടാണ് പൾസർ സുനിയും വിജീഷും കോടതിയിലെത്തിയത്. കഴിഞ്ഞ 6 ദിവസമായി ഇവർ രണ്ടുപേരും ഒളിവിലായിരുന്നു. ഭാവനയുടെ ഡ്രൈവർ മാർട്ടിൻ അടക്കമുള്ള ഈ കേസിലെ മറ്റു 4 പ്രതികളെ പോലീസ് അന്നേ അറസ്റ്റ് ചെയ്തിരുന്നു. കേരള പോലീസിന് ഈ അറസ്റ്റ് ഒരു അപ്രീസിയേഷൻ ആവുമെങ്കിലും അറസ്റ്റ് ചെയ്ത രീതി തീരെ ശരിയായില്ല എന്ന അഭിപ്രായമാണ് പബ്ലിക്കും ലോയേഴ്സും. വിചാരണ കോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് തെറ്റായി എന്നാണ് സുനിലിന്റെ കൗൺസിൽ മീഡിയയോട് പറഞ്ഞത്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് ഇന്നുച്ചയ്ക്ക് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ വെച്ച് ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. What do you think is your secret to success and your secret to good looks? Alle? Yes. I think രണ്ടിനും എൻ്റെ പാപ്പജി, എൻ്റെ ഗുരു, അതിൽ